പച്ചമാങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ. ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശ, ചപ്പാത്തി, ഇഡ്ഡലി എന്നിവയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. ഒരു നാടൻ രുചിക്കൂട്ടാണ്. ഒരൊറ്റ തവണ നമ്മളിത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ 5-6 ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കും. നല്ല രുചിയാണ് കേട്ടോ. എരിവ്, പുളി, മധുരം മൂന്നും കൂടിയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയില്ലേ അതിൻ്റെ രുചി. അപ്പം അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി പുളി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നല്ല മൂത്ത പച്ച മാങ്ങ നോക്കി 3 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 മാങ്ങയുടെയും തൊലി കളഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ. അപ്പം മാങ്ങ പഴുക്കും മുമ്പ് ഈ റെസിപ്പി എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാനിതാ മാങ്ങ മുഴുവനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അതൊരു വേറെ ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മാങ്ങയൊക്കെ ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മാങ്ങയുടെ ഉൾവശം കാണുമ്പോൾ നല്ല യെല്ലോ കളർ കാണുമ്പോൾ മധുരമൊന്നുമില്ല കേട്ടോ. നല്ല അത്യാവശ്യം ചെറിയ രീതിയിൽ പുളിയുള്ളൊരു മാങ്ങയാണ്. ഒത്തിരി പുളിയുള്ള മാങ്ങ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രുചി കിട്ടൂല കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ റെസിപ്പിക്കായിരിക്കും കുറ്റം. അപ്പോൾ തീർച്ചയായിട്ടും അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കിയെടുക്കണേ. ഇനി ഞാനിത് അവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 കപ്പ് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്. ചിരക മടിയുള്ളതുകൊണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ച് ചൂണ്ട് കട്ട് ചെയ്തെടുത്തത്. ഒപ്പം തന്നെ 1 കപ്പ് മാങ്ങ കണ്ടല്ലോ. ആ 1 കപ്പിന് 1/4 കപ്പ് തേങ്ങ. ഇവ രണ്ടും ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇത് ചതഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ആയാൽ നമ്മൾ വിചാരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇത് നല്ല രീതിയിൽ മുരിഞ്ഞിങ്ങനെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് ഞാനിത് അവിടെ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മാങ്ങയിലോട്ട്. വലിയ മാങ്ങയൊന്നുമല്ല, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അളവൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുൻ്റെ ചുവ മുന്നോട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഞാനൊരു 10ഓളം വറ്റൽമുളക്, നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ചേർക്കാം. അത് തന്നെ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കല്ലേ, കരിഞ്ഞു പോകും കേട്ടോ. അത് നമ്മൾ ഈ ഒരു കടുകും ഉലുവയൊക്കെ ഒന്ന് വറുത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ചെറിയൊരു ചൂട് അത്ര മാത്രം മതി കേട്ടോ. എന്നിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ജാറിലോട്ട് നമ്മൾ ഈ ഒരു ഉലുവ, കടുക്, വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു വേറെ ലെവലാണ് കണ്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ച് അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ആ ഒരു പാൻ തന്നെ നേരെ ഞാനിതാ ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. പലരും കരുതും എന്തിനാണ് ഇത്തിരി ഒത്തിരി വെളിച്ചെണ്ണ എടുത്ത് ചെയ്യുന്നത്, അൺഹെൽത്തി ആണെന്നൊക്കെ പറയും. അൺഹെൽത്തി ആണെങ്കിലും ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി നിൽക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പി ടേസ്റ്റി ആവണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ മാങ്ങ വെച്ച് ചെയ്യുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചെയ്തെടുക്കുക കേട്ടോ. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെളിച്ചെണ്ണ നമുക്കിതിൽ കിടന്നിട്ട് വേണം ഈ ഒരു മാങ്ങയും തേങ്ങയൊക്കെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഇവിടെ ഈ എത്ര വെളിച്ചെണ്ണ എടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു ഇച്ചിരി കടുക് കേട്ടോ, ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒപ്പം തന്നെ 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല. അത് രണ്ടും നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി കേട്ടോ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മുരിച്ചെടുക്കുകയാണ്. മുരിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങയും മാങ്ങയും ചതച്ചെടുത്ത മാങ്ങയും തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങയും മാങ്ങയൊക്കെ ഈ ഒരു എണ്ണയിൽ ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത്. അപ്പോഴാണ് ഈ റെസിപ്പി രുചികരമാകണത്. അങ്ങനെ ഞാനിതാ ഈ ഒരു മാങ്ങയും അതുപോലെ തന്നെ തേങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഒത്തിരി തീ കൂട്ടി വെക്കണ്ട, എങ്കിലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്തെടുത്തോളൂ കേട്ടോ.
നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ നിൽക്കാതെ കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല കേട്ടോ. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ കുറച്ച് ഇളക്കി ഇടുമ്പോൾ ഒന്നുകൂടി ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ അങ്ങോട്ട് ചേഞ്ച് ആവും. ഒരു ഡാർക്ക് കളർ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടും. ഇനിയിപ്പോൾ ഒരൊറ്റ മാങ്ങയിൽ വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ആ ഒരു വെള്ളമൊക്കെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വലിഞ്ഞൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ, കടുക്, വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളകിൻ്റെ പകരം കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി കാണാൻ നല്ല ചുരുക്കുണ്ടാവും കേട്ടോ. ആ ഒരു നല്ല റെഡ് കളറൊക്കെ കിട്ടുമ്പോൾ സാധാരണ മുളകാണെങ്കിൽ അത്ര അങ്ങോട്ട് കളർ ഉണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരു ചെറിയൊരു ഒട്ടൽ പോലെ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊന്നും ഈ ഒരു സമയത്ത് കാണില്ല, പക്ഷേ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആദ്യം ചേർത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ മുരിയണേ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോഴായിരിക്കും ലാസ്റ്റ് അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. ഈ ഒരു സമയം വേണമെന്നെങ്കിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കുന്നതിന് അതിൻ്റെ അടി വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിനായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കായത്തിൻ്റെ പൗഡർ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കായത്തിൻ്റെ പൗഡർ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. കായത്തിൻ്റെ പൗഡറൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ സാമ്പാറത്തെ കായ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അമ്മിക്കല്ലിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെയും ചെയ്യാം. കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ആ ഒരു സമയം കൂടി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി പുറത്തൊരു 3 ദിവസം 4 ദിവസമൊക്കെ വെച്ചാലും കേട് വരില്ല. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു ബോട്ടിലാക്കി ചൂടാറിയതിന് ശേഷം ബോട്ടിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും. അപ്പോൾ ഇതിലോട്ട് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. ശർക്കരയുടെ പൊടി 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണ് മക്കളെ. ഞാൻ പറഞ്ഞ പോലെ എരിവ്, പുളി, മധുരം ചേർന്നിട്ടുള്ള സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെയും പറ്റിയ നല്ലൊരു കോംബോ ആണ്. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇനിയിപ്പോൾ സാധാരണ അടുപ്പിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ചെറിയ ചൂടിൽ അങ്ങനെ കിടന്നോട്ടെ. ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇതൊന്ന് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ, ഒത്തിരി കാലം നല്ല ഒരു 5-6 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ കേടുവരില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കറിയാലോ ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അടിപൊളി സ്മെല്ലാണ്, അതിലേറെ നല്ല രുചിയാണ് കേട്ടോ. ഇഡ്ഡലിക്കൊക്കെ സൂപ്പർ കോംബോ ആണ്. ഇനിയിപ്പോൾ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് പിറകോട്ട് വെക്കേണ്ട, ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല രുചിയുണ്ട്. നല്ല ചൂടുള്ള കുത്തിരി ചോറിൻ്റെ കൂടെ ഇതുപോലെ 1-2 ടീസ്പൂൺ കിട്ടുകയാണെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇറച്ചിയോ മീനോ മുട്ട പപ്പടോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരൊറ്റ ഒന്ന് മാത്രം മതി. ചോറിലങ്ങോട്ട് കൂട്ടിക്കുഴക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. നമ്മളെ വീഡിയോയുടെ ടൈമൊന്നും കറക്ഷനായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ വെക്കേഷൻ ടൈമല്ല, മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് ഒരുങ്ങിയിട്ട് ആ ഒരു സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഇടാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാവാര കാര്യം നോക്കലും എല്ലാം കൂടി കഴിയാത്തതുകൊണ്ടാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും കാണട്ടെ, നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ റെഡിയാക്കട്ടെ. പച്ചമാങ്ങയുടെ സീസണല്ലേ, ഈ ഒരു സീസണിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സൂപ്പർ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.